പ്രീതികരൻ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാസിസവും ഫാസിസവും ഒക്കെ പഠിച്ചു. ആ ഫാസിസ്റ്റ് ആശയങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതുറക്കുക. രണ്ടാം ലോക മഹായുദ്ധം നമ്മൾ ഈ ക്ലാസ്സിലൂടെ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള കാരണങ്ങൾ പഠിക്കുന്നു. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ പഠിച്ചതുപോലെ തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധം, അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധം കാരണം ലോകത്തുണ്ടായ അനന്തരഫലങ്ങൾ. ഇത്രയുമാണ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ ഇന്നും അടുത്ത ക്ലാസ്സിലും പഠിക്കേണ്ടത്. ആരംഭിച്ചാലോ? യെസ്. സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം. സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം നടന്നത് 1936-ലായിരുന്നു. ഇതിനെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുന്നൊരുക്കം എന്ന് വിശേഷിപ്പിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്നത് 1936-ൽ സ്പെയിനിൽ നടന്ന ആഭ്യന്തര യുദ്ധമാണ്. ഈ ആഭ്യന്തര യുദ്ധത്തിൽ എന്താ പറയുന്നേ? വലതുപക്ഷ സംഘടനകളും ഫാസിസ്റ്റുകളും. ഈ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? തീവ്ര ജനാധിപത്യ വിരുദ്ധ ആശയം പ്രചരിപ്പിക്കുന്നവർ. ഓക്കെ. വലതുപക്ഷ സംഘടനകളും ഫാസിസ്റ്റുകളും സർക്കാരിനെതിരെ നടത്തിയ പ്രക്ഷോഭമായിരുന്നു എന്ത്? സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം. നേതൃത്വം നൽകിയത് ജനറൽ ഫ്രാങ്കോ ആണ്. സ്പെയിനിലെ ഗുർണിക്ക എന്ന പട്ടണം തകർക്കപ്പെട്ടു. സ്പെയിനിലെ ഗുർണിക്ക എന്ന പട്ടണം തകർക്കപ്പെട്ടതിനെ ആസ്പദമാക്കി പാബ്ലോ പിക്കാസോയുടെ ചിത്രമായിരുന്നു ഗുർണിക്ക. തകർക്കപ്പെട്ട ഗുർണിക്ക. സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുന്നൊരുക്കമായി കണക്കാക്കുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് പാബ്ലോ പിക്കാസോ വരച്ച ചിത്രമാണ് ഗുർണിക്ക എന്നും പറയാറുണ്ട്. ഓക്കെ. രണ്ടാം ലോക മഹായുദ്ധത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് പാബ്ലോ പിക്കാസോ വരച്ച ചിത്രമാണ് ഗുർണിക്ക എന്നും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താ? സ്പെയിനിലെ ആഭ്യന്തര യുദ്ധ കാലഘട്ടത്ത് ഫാസിസ്റ്റുകളുടെയും വലതുപക്ഷ സംഘടനയുടെ നേതൃത്വത്തിൽ തകർക്കപ്പെട്ട സ്പെയിനിലെ ഗുർണിക്ക എന്ന പട്ടണത്തെയാണ് ആര് ചിത്രീകരിക്കുക? പാബ്ലോ പിക്കാസോ. ഈ സ്പെയിനിലെ ആഭ്യന്തര യുദ്ധത്തെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുന്നൊരുക്കമെന്നാണ് ചരിത്രം വിശേഷിപ്പിക്കുക അല്ലെ? അതുകൊണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് പിക്കാസോ വരച്ച ചിത്രം എന്നും എന്തിനെ പറയാറുണ്ട്? ഗുർണിക്കയെ പറയാറുണ്ട്. ഓക്കെ. നമ്മൾ കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലം എന്ന രീതിയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിലെ കലാ സാംസ്കാരിക പ്രദർശനം എന്ന രീതിയിൽ ഗുർണിക്ക എന്ന ചിത്രത്തെ NCERT, ACERT പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറയുക. മനസ്സിലാക്കിയേക്കണേ കേട്ടോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം 1936. വിശേഷണം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുന്നൊരുക്കമെന്നറിയപ്പെടുന്നു. വലതുപക്ഷ സംഘടനയും ഫാസിസ്റ്റുകളും സർക്കാരിനെതിരെ നടത്തിയ പ്രക്ഷോഭം. ഫാസിസ്റ്റുകൾക്കും വലതുപക്ഷ സംഘടനകൾക്ക് നേതൃത്വം നൽകിയത് ജനറൽ ഫ്രാങ്കോ. സ്പെയിനിലെ ഗുർണിക്ക എന്ന പട്ടണം തകർക്കപ്പെട്ടു. ഈ തകർക്കപ്പെട്ട ഗുർണിക്ക എന്ന നഗരത്തിന്റെ ചിത്രം വരച്ചത് പ്രശസ്ത ചിത്രകാരനായ പാബ്ലോ പിക്കാസോ. ചിത്രത്തിന്റെ പേര് എന്ത് തന്നെ? ഗുർണിക്ക തന്നെ. അടുത്ത് പറയുന്നു മ്യൂണിക് ഉടമ്പടി. ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ചതി എന്ന് വിശേഷിപ്പിക്കുന്നത് മ്യൂണിക് ഉടമ്പടിയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് നിങ്ങളോട് പറഞ്ഞു, ഇറ്റലിയിലും ജർമ്മനിയിലും ഫാസിസം എന്ന ആശയമുണ്ട്. തീവ്ര ജനാധിപത്യ വിരുദ്ധ സിദ്ധാന്തമാണ് ഫാസിസം. ഇറ്റലിയില് അതിന്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചു. അവർ തീവ്ര ദേശീയതയും ഒക്കെ പ്രചരിച്ച് മുന്നോട്ട് പോകുന്നു. ജർമ്മനി തീവ്ര ദേശീയതയ്ക്ക് ആണെങ്കിലും രാജ്യത്തിനകത്ത് മാത്രമേ അതുള്ളൂ. വെളിയില് തങ്ങളുടെ രാജ്യത്തിന് നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ജൂതന്മാരുമായിട്ട് കൂട്ടുകൂടാൻ ജർമ്മനി തയ്യാറാണ്. തങ്ങളുടെ രാജ്യത്തിന് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളുമായിട്ടും കൂട്ടുകൂടാൻ ആര് തയ്യാറാണ്? ജർമ്മനി. പക്ഷേ കൂട്ടുകൂടുന്നത് ബാഹ്യമായിട്ടും മാത്രം. യഥാർത്ഥ ലക്ഷ്യം ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും തകർക്കുക എന്നല്ലേ? അതുകൊണ്ട് രഹസ്യമായി ഇവരെന്ത് ചെയ്തിരുന്നു? അത്തരം രാജ്യങ്ങൾക്കെതിരെ മേധാവിത്വം ഉണ്ടാക്കാൻ, അത്തരം രാജ്യങ്ങളെ പരാജയപ്പെടുത്തുവാൻ സജ്ജീകരണങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്താ? മ്യൂണിക് ഉടമ്പടി. ഓക്കെ. അതുകൊണ്ടാണ് മ്യൂണിക് ഉടമ്പടിയെ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ചതി എന്ന് വിളിക്കുക. നോക്കാം. ഹിറ്റ്ലർ ചെക്കോസ്ലോവാക്യയുടെ ഭാഗമായ സുഡാറ്റൻലാൻഡ് കീഴടക്കിയതിനെ തുടർന്ന് ചെക്കോസ്ലോവാക്യൻ രാജ്യത്തിന്റെ ഭാഗമായ സുഡാറ്റൻലാൻഡ് ആര് കീഴടക്കി? ഹിറ്റ്ലർ കീഴടക്കി. ഓക്കെ. തുടർന്ന് ഹിറ്റ്ലർ ഇനിയും കൂടുതൽ പ്രദേശങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്
ബ്രിട്ടനുമായും ഫ്രാൻസുമായും ഒപ്പുവെച്ച ഉടമ്പടിയാണ്. ഇനിയും കൂടുതൽ ഭൂപ്രദേശങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസുമായും ബ്രിട്ടനുമായും ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? മ്യൂണിക് ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുക. ഈ മ്യൂണിക് ഉടമ്പടി ഒപ്പുവെച്ചത് 1938 സെപ്റ്റംബർ 29. പക്ഷേ ബ്രിട്ടനും ഫ്രാൻസും എന്ത് വിചാരിച്ചു? അയ്യോ പാവം ജർമ്മൻ ഭരണാധികാരി ഹിറ്റ്ലർ ഇനി ആക്രമിക്കില്ല. എന്തായാലും നമുക്ക് ഉടമ്പടി ഒപ്പുവെച്ചതല്ലേ. പക്ഷേ ഹിറ്റ്ലർ എന്ത് ചെയ്തു? അതിശക്തമായി ആക്രമിക്കുവാൻ സൈനികരെ ഒരുമിച്ച് ചേർക്കുകയായിരുന്നു. ആയുധ ശേഖരം ശേഖരിക്കുകയായിരുന്നു. ഓക്കെ. അതുകൊണ്ടാണ് ഇതിനെ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ചതി. പക്ഷേ ബ്രിട്ടനും ഫ്രാൻസും വിചാരിച്ചു ഇവർ ഇനിയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിൽ ലാഘവമായി കണക്കാക്കി. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. മറ്റൊന്നാണ് അനാക്രമണ സന്ധി. പരസ്പരം ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലറും റഷ്യൻ ഭരണാധികാരിയായ സ്റ്റാലിനും തമ്മിലുള്ള സമാധാന ഉടമ്പടിയാണ് അനാക്രമണ സന്ധി. പക്ഷേ 1941 ഒരു മുന്നറിയിപ്പും കൂടാതെ ഹിറ്റ്ലർ ആരെ ആക്രമിച്ചു? റഷ്യയെ അഥവാ USSRനെ ആക്രമിച്ചു. അപ്പോ വെളിയില് ഞങ്ങള് സുഹൃത്തുക്കളാണെന്നൊക്കെ ജർമ്മനി പറയും. ഉള്ളിന്റെ ഉള്ളില് പരമ ശത്രുക്കളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ. ഇനി പ്രീണന നയം. ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ നയമാണ് പ്രീണന നയം എന്ന പേരിൽ അറിയപ്പെടുക. ഫാസിസ്റ്റുകൾ ആർക്കെതിരാണ്? കമ്മ്യൂണിസ്റ്റുകൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ മുതലാളിത്ത രാജ്യങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്തു? ഫാസിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്തു. ജൂതന്മാർക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ജൂതന്മാരല്ലാത്ത രാഷ്ട്രങ്ങളൊക്കെ ആരെ സപ്പോർട്ട് ചെയ്തു? ജർമ്മനിയുടെ ഫാസിസ്റ്റ് ആശയങ്ങളെ സപ്പോർട്ട് ചെയ്തു. മുതലാളിത്ത രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തു. അപ്പോ ഈ ഒരു നയത്തെയാണ് ഫാസിസ്റ്റുകളെ വളരാൻ അനുവദിച്ച നയത്തെയാണ് എന്തെന്ന് വിളിക്കുക? പ്രീണന നയം. ഈവൻ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തത് ജർമ്മനിയാണ്. പക്ഷേ ആ കൂട്ടക്കൊല ചെയ്ത സമയത്ത് ലോകം അറിഞ്ഞില്ല. പിന്നീടാണ് അറിയുക. ജൂതന്മാരെ ആയിരുന്നു നാസി പാർട്ടി ജർമ്മനി. പക്ഷേ ജർമ്മനിക്ക് ഏറ്റവും കൂടുതൽ ആയുധം വിറ്റതും ആര് തന്നെ? ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള അമേരിക്ക തന്നെ. ശരിയല്ലേ? അപ്പൊ ഓർമ്മിക്കുക, ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ നയമാണ് പ്രീണന നയം എന്ന പേരിൽ അറിയപ്പെടുക. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം 1936. വിശേഷണം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്നു. വലതുപക്ഷ സംഘടനകളും ഫാസിസ്റ്റുകളും സർക്കാരിനെതിരെ നടത്തിയ പ്രക്ഷോഭമായിരുന്നു സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം. ഫാസിസ്റ്റുകൾക്കും വലതുപക്ഷ സംഘടനകൾക്ക് നേതൃത്വം നൽകിയത് ജനറൽ ഫ്രാങ്കോ. ഈ വിപ്ലവകാരികളുടെ നേതൃത്വത്തിൽ സ്പെയിനിലെ ഗോർണിക്ക പട്ടണം തകർക്കപ്പെട്ടു. ഇതിനെ ആസ്പദമാക്കി പ്രശസ്ത ചിത്രകാരൻ പാബ്ലോ പിക്കാസോ രചിച്ച ചിത്രമായിരുന്നു ഗുർണിക്ക അഥവാ തകർക്കപ്പെട്ട ഗുർണിക്ക. മ്യൂണിക് ഉടമ്പടി ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ചതി എന്നറിയപ്പെടുന്നത് മ്യൂണിക് ഉടമ്പടിയാണ്. ഹിറ്റ്ലർ ചെക്കോസ്ലോവാക്യയുടെ ഭാഗമായ സുഡാറ്റൻലാൻഡ് കീഴടക്കിയതിനെ തുടർന്ന് ഇനിയും കൂടുതൽ പ്രദേശങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസുമായും ബ്രിട്ടനുമായും ഒപ്പുവെച്ച ഉടമ്പടി. ഈ ഉടമ്പടി ഒപ്പുവെച്ചത് 1938 സെപ്റ്റംബർ 29. പക്ഷേ ജർമ്മനി ആക്രമിക്കില്ല എന്ന് ഉടമ്പടി ഒപ്പുവെച്ചെങ്കിലും ഇനിയും ആക്രമിക്കുന്നതിന് വേണ്ടി ആയുധ സജ്ജീകരണത്തിനും സൈനിക സജ്ജീകരണത്തിനും വേണ്ടി തയ്യാറായിക്കൊണ്ടേയിരുന്നു. അനാക്രമണ സന്ധി 1939. പരസ്പരം ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലറും റഷ്യൻ ഭരണാധികാരിയായ സ്റ്റാലിനും തമ്മിൽ ഒപ്പുവെച്ച സമാധാന ഉടമ്പടി. പക്ഷേ 1941 ഹിറ്റ്ലർ USSRനെ ആക്രമിച്ചു. ഓക്കെ. അപ്പോഴും ഈ അനാക്രമണ സന്ധി ഒപ്പുവെക്കുമ്പോഴും ജർമ്മനിയുടെ കാഴ്ചപ്പാടിൽ എന്താ? റഷ്യ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്. അവരെ പരാജയപ്പെടുത്തണം. അതുകൊണ്ട് അവര് ആയുധ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പ്രീണന നയം. ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ നയമായിരുന്നു പ്രീണന നയം എന്ന പേരിൽ അറിയപ്പെടുക. ജർമ്മനി രൂപീകരിച്ച ചാര സംഘടനയായിരുന്നു ഫിഫ്ത് കോളമിസ്റ്റ്. അതായത് മറ്റു രാഷ്ട്രങ്ങളുടെ പക്കല് എത്രത്തോളം ആയുധമുണ്ട്, എത്രത്തോളം സൈന്യമുണ്ട് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ജർമ്മനിയുടെ ചാര സംഘടനയായിരുന്നു ഫിഫ്ത് കോളമിസ്റ്റ്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് പറയാം അന്താരാഷ്ട്ര ചാര സംഘടന എന്ന് പറയാം. അന്താരാഷ്ട്ര ചാര സംഘടന എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാസി പാർട്ടിയുടെ സൈന്യം പഠിച്ചു. നാസി പാർട്ടിയുടെ സൈന്യം എന്തായിരുന്നു? നാസി പാർട്ടിയുടെ സൈന്യത്തിന്റെ പേര് എന്തായിരുന്നു? നിങ്ങൾക്ക് പറയാമോ? ബ്രൗൺ ഷർട്ട്സ് അല്ലെ? കരിങ്കുപ്പായക്കാർ ആണോ? ഹിറ്റ്ലറാണ് രൂപീകരിക്കുക എന്ന് നമുക്കറിയാം. ഇനി ഹിറ്റ്ലർ രൂപീകരിച്ച ഒരു രഹസ്യ പോലീസ് ഉണ്ട്. ഏതാ? ഗസ്റ്റപ്പോ. അത് ആഭ്യന്തരമായ രഹസ്യമാണ്.
ജർമ്മനി എന്ന രാജ്യത്തിനകത്തുള്ള രഹസ്യാന്വേഷണ സേനയാണ് ഗസ്റ്റപ്പോ എന്ന പേരിൽ അറിയപ്പെടുക. മനസ്സിലായോ? ഇവിടെ നമ്മൾ പറയുന്നത് ഫിഫ്ത് കോളംസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അന്തർദേശീയ തലത്തില് മറ്റു രാജ്യങ്ങളിൽ എത്തിച്ചേർന്ന് അവരുടെ സൈനിക ശക്തി, ആയുധബലം എന്നൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള രഹസ്യ അന്വേഷണ സംഘടനയാണ്. ഇപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് രഹസ്യ അന്വേഷണ സംഘടനയുണ്ടോ? ഉണ്ട്. ഇന്ത്യക്കകത്തെ ഇന്ത്യയുടെ ചാരസംഘടന IB, ഇന്റലിജൻസ് ബ്യൂറോ. അന്തർദേശീയ തലത്തിലുള്ള ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സേന അല്ലെങ്കിൽ രഹസ്യാന്വേഷണ സംഘടന എന്താണ്? റോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ്, റഷ്യയുടെ സഹായത്തോട് അല്ലെ? അതുപോലെ അപ്പോൾ ജർമ്മനി രൂപീകരിച്ച ചാരസംഘടനയാണ് ഫിഫ്ത് കോളമിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുക. ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ സീലൈൻ. രഹസ്യനാമം. അപ്പോ ബ്രിട്ടനുമായും ഫ്രാൻസുമായും അനാക്രമണ സന്ധി അഥവാ എന്താണ് ലോകത്തെ ഹീനമായ ചതി എന്ന് കണക്കാക്കുന്ന മ്യൂണിക് ഉടമ്പടിയൊക്കെ ഒപ്പുവെച്ചു. പക്ഷെ ഇവരെന്ത് ചെയ്തു? രഹസ്യമായി ജർമ്മനി അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കാണ്. അതാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ഓപ്പറേഷൻ സീലൈൻ. ജർമ്മനിയുടെ റഷ്യൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബാർബറൂസ. ഓപ്പറേഷൻ ബാർബറൂസ. അപ്പൊ റഷ്യയെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അനാക്രമണ സന്ധി ഒപ്പുവെച്ചു. ബ്രിട്ടനെയോ ഫ്രാൻസിനെയോ എതിർക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മ്യൂണിക് ഉടമ്പടി ഒപ്പുവെച്ചു. അല്ലെ? പക്ഷെ രഹസ്യമായിട്ട് ഇവരെന്ത് ചെയ്തു? ഹിറ്റ്ലർ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ജർമ്മനി എന്ത് ചെയ്തു? ഇവർക്കെതിരെ ആക്രമണ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അല്ലെ? ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ സീലൻ. ജർമ്മനിയുടെ റഷ്യൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമമായിരുന്നു ഓപ്പറേഷൻ ബാർബറൂസ. ഹിറ്റ്ലറെ അന്ധമായി ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും വിശ്വസിച്ചതാണ് രണ്ടാം ലോക മഹായുദ്ധം ഇത്രയും തീവ്രമാകാൻ കാരണം. അന്ധമായി വിശ്വസിച്ചു, അവർ ആക്രമിക്കില്ല എന്നൊക്കെ വിശ്വസിച്ചു. അതുകൊണ്ട് ജർമ്മനിയെ മൈൻഡ് ചെയ്യാൻ പോലും ആര് പോയില്ല? ഇവര് പോയില്ല. പക്ഷെ ജർമ്മനി എന്ത് ചെയ്തു? മറ്റു രാജ്യങ്ങളിലെ സൈനിക ശക്തിയൊക്കെ രഹസ്യമായി അറിഞ്ഞു. അതോടൊപ്പം സ്വന്തം ശക്തി അതിനനുസരിച്ച് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും ദീർഘകാലം എന്ത് ചെയ്യുന്നത്? ലോകമഹായുദ്ധം നീണ്ടു നിൽക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്നാം ലോക മഹായുദ്ധാനന്തരം നിരായുധീകരിക്കപ്പെട്ട രാജ്യമാണ് ജർമ്മനി. ആ ജർമ്മനി വിജയിച്ച എല്ലാ രാജ്യങ്ങളും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. എങ്കിലും ആ ജർമ്മനി എന്ത് തിരിച്ചുവരവാണ് നടത്തി? തിരിച്ചുവരവ് നടത്തിയത് ഇത്തരം കപടതകളിലൂടെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ. അപ്പോൾ ജർമ്മനി രൂപീകരിച്ച ചാരസംഘടനയാണ് ഫിഫ്ത് കോളമിസ്റ്റ്. ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ സീലൈൻ എന്ന പേരിൽ അറിയപ്പെടുക. ജർമ്മനിയുടെ റഷ്യൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമം ഓപ്പറേഷൻ ബാർബറോസ. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത്. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത് മറക്കില്ലല്ലോ. ചെക്കോസ്ലോവാക്യയുടെ ഭാഗമായി സുഡാറ്റൻലാൻഡ് കീഴടക്കിയതിനെ തുടർന്നാണ് ജർമ്മനി ഇനിയും കൂടുതൽ ഭൂപ്രദേശങ്ങൾ, അതായത് യൂറോപ്പിലെ ഇനിയും കൂടുതൽ ഭൂപ്രദേശങ്ങൾ ജർമ്മനി അഥവാ ഹിറ്റ്ലർ ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ഉടമ്പടി ഒപ്പുവെക്കുക? യെസ്, മ്യൂണിക് ഉടമ്പടി ഒപ്പുവെക്കുക. പക്ഷേ ജർമ്മനി എന്ത് ചെയ്തു? പോളണ്ടിനെ ആക്രമിക്കുക. അതുകൊണ്ടാണ് മ്യൂണിക് ഉടമ്പടിയെ നമ്മൾ എന്തെന്ന് വിളിച്ചത്? ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ചതി. ഇനിയും കൂടുതൽ ഭൂപ്രദേശങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞ മ്യൂണിക് ഉടമ്പടിയിലൂടെ പറഞ്ഞ ഹിറ്റ്ലർ എന്ത് ചെയ്തു? പോളണ്ടിനെ ആക്രമിച്ചു. എന്ന് ആക്രമിക്കുന്നേ 1939 സെപ്റ്റംബർ മാസം 1-ാം തീയതി. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ലംഘിക്കപ്പെട്ടു? മ്യൂണിക് ഉടമ്പടി ലംഘിക്കപ്പെട്ടു. ജർമ്മനി മ്യൂണിക് ഉടമ്പടി ആരുമായിട്ട് ഒപ്പുവെക്കുന്നേ? ബ്രിട്ടനും ഫ്രാൻസുമായിട്ടല്ലേ? ഉടമ്പടി ലംഘിക്കപ്പെട്ടപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. എന്നാ പ്രഖ്യാപിച്ചേ? 1939 സെപ്റ്റംബർ 3. യുദ്ധം പ്രഖ്യാപിച്ചേ ഉള്ളൂ. പക്ഷേ യുദ്ധത്തിലേക്ക് പോകാൻ ആർക്ക് താല്പര്യമില്ല? ബ്രിട്ടനും ഫ്രാൻസിനും താല്പര്യമില്ല. കാരണം എന്താ? ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ ഇപ്പോഴും ഉണ്ട്. വീണ്ടും ഒരു ലോക മഹായുദ്ധത്തിലേക്ക് പോയാല് ശരിയാകില്ല എന്നൊരു ചിന്താഗതി. ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ജർമ്മനിയെ പേടിപ്പിക്കാൻ. അല്ല യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ടല്ല. ജർമ്മനിയെ പേടിപ്പിക്കുക. പക്ഷെ ജർമ്മനിയുടെ കാഴ്ചപ്പാട് എന്താ? യുദ്ധം ചെയ്യണം എന്ന കാഴ്ചപ്പാട്. കാരണം ഫാസിസത്തിന്റെ ആശയത്തിലല്ലേ ജർമ്മനി പ്രവർത്തിക്കുക. ബ്രിട്ടനും ഫ്രാൻസിനും യുദ്ധത്തിന് താല്പര്യമില്ല. പക്ഷെ ജർമ്മനിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഇനിയും ആക്രമിച്ചാൽ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാ യുദ്ധം പ്രഖ്യാപിക്കുന്നേ? യുദ്ധം പ്രഖ്യാപിച്ചത് 1939 സെപ്റ്റംബർ മാസം 3-ാം തീയതി. എന്നാൽ യുദ്ധം ആരംഭിച്ചോ? ഇല്ല. യുദ്ധം പ്രഖ്യാപിച്ചതേ ഉള്ളൂ. യുദ്ധം ആരംഭിച്ചോ? ഇല്ല. ഏകദേശം 6 മാസക്കാലം, 6 മുതൽ 7 മാസക്കാലം വരെ
യുദ്ധം നടന്നില്ല. ഇക്കാലയളവിനെ കപട യുദ്ധ കാലഘട്ടം എന്ന് വിളിക്കുന്നു. കപട യുദ്ധം. ശക്തമായ യുദ്ധങ്ങൾ നടക്കാത്ത കാലഘട്ടമാണ് കപടയുദ്ധ കാലഘട്ടം. കൃത്യമായി പറഞ്ഞാൽ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും യുദ്ധത്തിന് തയ്യാറായി എങ്കിലും യുദ്ധം നടത്തിയോ? ഇല്ല. അങ്ങനെ 1939 സെപ്റ്റംബർ മുതൽ കൃത്യമായി പറഞ്ഞാൽ 1940 ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്ത് യുദ്ധ പ്രഖ്യാപനമുണ്ടായെങ്കിലും യുദ്ധം നടന്നിട്ടൊന്നുമില്ല. ഈ കാലയളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? കപടയുദ്ധ കാലഘട്ടം എന്ന് വിളിച്ചത്. ഓക്കെ. ഇക്കാലയളവില് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനി ഇനിയും ആക്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധത്തിലേക്ക് പോകുമെന്നൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും യുദ്ധത്തിലേക്ക് പോകാൻ ആർക്ക് താല്പര്യമില്ല? ബ്രിട്ടനും ഫ്രാൻസിനും താല്പര്യമില്ല. ഇത് ഫിഫ്ത് കോളമിസ്റ്റ് എന്ന രഹസ്യാന്വേഷണ സേനയിലൂടെ ജർമ്മനിക്ക് മനസ്സിലായി വെറുതെ ഭീഷണി മാത്രമേ ഉള്ളൂ. ബ്രിട്ടൻ ഫ്രാൻസ് യുദ്ധമൊന്നും ചെയ്യത്തില്ല. ഇത് മനസ്സിലാക്കിയ ജർമ്മനി എന്ത് ചെയ്തു? വീണ്ടും കൂടുതൽ ഭൂപ്രദേശങ്ങൾ കീഴടക്കി. ഏതൊക്കെ? ബെൽജിയം കീഴടക്കി, ഹോളണ്ട് കീഴടക്കി, ലക്സംബർഗും കീഴടക്കി. വീണ്ടും ജർമ്മനി മുന്നോട്ട് യുദ്ധത്തിലേക്ക് പോകും. വീണ്ടും ഭൂപ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കും എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് 1940 ഏപ്രിലിന് ശേഷം ബ്രിട്ടനും ഫ്രാൻസും യുദ്ധത്തിലേക്ക് ഏർപ്പെടുക. മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള കാരണം ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത്, അഥവാ മ്യൂണിക് ഉടമ്പടിയുടെ ലംഘനം എന്ന് പറയാം. ഓക്കെ. അപ്പോ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത് 1939 സെപ്റ്റംബർ 1. ഇത് എന്തിന്റെ ലംഘനമാണ്? മ്യൂണിക് ഉടമ്പടിയുടെ ലംഘനമാണ്. മ്യൂണിക് ഉടമ്പടിയുടെ ലംഘനമാണെന്ന് പറയാം. ഈ മ്യൂണിക് ഉടമ്പടി ലംഘിച്ചതാണ് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ കാരണം. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതെന്നാണ് 1939 സെപ്റ്റംബർ മാസം 3-ാം തീയതി. എന്നാൽ പ്രഖ്യാപിച്ചതേ ഉള്ളൂ. നേരിട്ട് യുദ്ധത്തിലേക്ക് പോകാൻ ആർക്ക് താല്പര്യമില്ല? ബ്രിട്ടനും ഫ്രാൻസിനും താല്പര്യമില്ല. എന്നാൽ ഫാസിസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ജർമ്മനിക്കാണെങ്കിലോ യുദ്ധത്തിന് വളരെ താല്പര്യവും. അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഫാസിസത്തിന്റെ പ്രത്യയ ശാസ്ത്രം യുദ്ധം ചെയ്യണം എന്ന കാഴ്ചപ്പാട്. അല്ലെ? എന്നാൽ ബ്രിട്ടനും ഫ്രാൻസിനും സാമ്പത്തിക അരാജകത്വം ഉള്ളതുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനി ആക്രമിച്ചില്ല. എത്ര കാലഘട്ടം? ഏകദേശം 6-7 മാസക്കാലം. അതായത് 1939 സെപ്റ്റംബർ മുതൽ 1940 ഏപ്രിൽ വരെ. ഈ കാലഘട്ടത്തെ കപടയുദ്ധ കാലഘട്ടം എന്ന് വിളിച്ചു. ഭീഷണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഭീഷണി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ജർമ്മനി, അതായത് ഫിഫ്ത് കോളമിസ്റ്റ് എന്ന ചാരസംഘടനയിലൂടെ വിവരം കിട്ടിയ ജർമ്മനി ബെൽജിയം, ഹോളണ്ട്, ലക്സംബർഗ് തുടങ്ങിയ രാജ്യങ്ങൾ എന്ത് ചെയ്തു? കീഴടക്കുകയും ചെയ്തു. ഓക്കെ. യെസ്. അച്ചുതണ്ട് സഖ്യം എന്നറിയപ്പെട്ടത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവ. അച്ചുതണ്ട് സഖ്യം എന്നറിയപ്പെട്ടത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവ. സഖ്യകക്ഷികൾ എന്നറിയപ്പെട്ടത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നിവ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ആര് വരുന്നില്ല? അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. രണ്ട് വിഭാഗത്തിനും ആയുധ കച്ചവടം നടത്തി അവർ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലേക്ക് വരികയാണ്. അപ്പോ അച്ചുതണ്ട് ശക്തി എന്നറിയപ്പെട്ടത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവ. സഖ്യകക്ഷികൾ എന്നറിയപ്പെട്ടത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നിവയും. സഖ്യകക്ഷികളുടെ വിജയത്തിന്റെ ആയുധപുര എന്നറിയപ്പെടുന്നത് അമേരിക്കയാണ്. സഖ്യകക്ഷികളുടെ വിജയത്തിന്റെ ആയുധപുര എന്നറിയപ്പെടുന്നത് അമേരിക്ക. അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ സ്വീകരിച്ച നയമായിരുന്നു ക്യാഷ് ആൻഡ് കെരി പോളിസി. കാശ് തരിക, ആയുധം കൊണ്ടുപോവുക. കാശ് തരിക, ആയുധം കൊണ്ടുപോവുക. സൗജന്യമായിട്ടോ വായ്പയായിട്ടോ ഒന്നും എന്ത് തരില്ല? ആയുധങ്ങൾ തരത്തില്ല. അങ്ങനെ ഇപ്പൊ ഈവൻ സഖ്യകക്ഷികളാണെങ്കിലും അച്ചുതണ്ട് ശക്തികളാണെങ്കിലും അമേരിക്കയിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ ആയുധങ്ങൾ സ്വീകരിച്ചത്. രണ്ടാം ഘട്ടത്തിൽ അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ പിന്നെ അച്ചുതണ്ട് ശക്തിക്ക് അമേരിക്ക എന്ത് നൽകുന്നില്ല? ആയുധം നൽകുന്നില്ല. ആർക്ക് മാത്രം നൽകി? സഖ്യകക്ഷിക്ക് മാത്രം. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുക സഖ്യകക്ഷികളുടെ വിജയത്തിന്റെ ആയുധപുര എന്നറിയപ്പെടുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ ആയുധശേഖരമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾ വിജയിക്കാൻ കാരണമായത്. അമേരിക്കയുടെ അറ്റബോംബ് വർഷനൊക്കെ ആണല്ലോ. അമേരിക്ക സ്വീകരിച്ച നയമായിരുന്നു ക്യാഷ് ആൻഡ് ക്യാരി പോളിസി. ക്ലിയർ അല്ലേ? അതായത് കാശ് കൊണ്ട് തരിക, ആയുധങ്ങൾ കൊണ്ടുപോവുക. ഓക്കെ. അപ്പൊ അച്ചുതണ്ട് സഖ്യം എന്നറിയപ്പെടുന്ന ആരൊക്കെ? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവ. സഖ്യകക്ഷികൾ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നിവ. 1941 ഡിസംബർ 7 ജപ്പാൻ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള പേൾ ഹാർബർ തുറമുഖം ആക്രമിച്ചു. പേൾ ഹാർബർ എന്ന് പറയുന്നത് സൈനിക തുറമുഖമാണ്. ആ പേൾ ഹാർബർ എന്ന് പറയുന്ന സൈനിക തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയുടെ അധീനതയിലുള്ള ഹവായി ദ്വീപിലാണ്.
അതുവരെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത അമേരിക്ക ഇതേ തുടർന്ന് യുദ്ധത്തിൽ പങ്കെടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഏത് രാജ്യമാണ് കാരണം? ജപ്പാനാണ്. അപ്പൊ അമേരിക്കയ്ക്ക് കൂടുതൽ ദേഷ്യം ആരോടുണ്ടാവും? ജപ്പാനോടുണ്ടാവും. ഓക്കെ, അത് മനസ്സിലിരിക്കട്ടെ. അമേരിക്ക കൂടുതൽ ദേഷ്യം ആരോടാണ്? ജർമ്മനിയോടാണോ? അല്ല. ഇറ്റലിയോടാണോ? അല്ല. ജപ്പാനോടാണ്. ക്ലിയർ? യെസ്. അപ്പൊ 1941 ഡിസംബർ 7-ന് ജപ്പാൻ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള പേൾ ഹാർബർ തുറമുഖം ആക്രമിക്കുകയും ആ പേൾ ഹാർബർ എന്ന് പറയുന്നത് സൈനിക താവളമാണ്. സൈനിക താവളം ആക്രമിക്കുകയും നാശനഷ്ടം വരുത്തുകയും ചെയ്തു. പേൾ ഹാർബർ എന്ന സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഹവായി ദ്വീപിൽ. ഇതേ തുടർന്ന് അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുത്തു. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് 1941 ഓഗസ്റ്റ് മാസം 14-ാം തീയതി. ഈ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് റൂസ്വെൽറ്റും ചർച്ചിലും. റൂസ്വെൽറ്റ് എന്ന് പറയുന്ന ആരാ? അമേരിക്കൻ പ്രസിഡന്റ്. ചർച്ചിൽ എന്ന് പറയുന്ന ആരാ? ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അപ്പൊ ബ്രിട്ടനും അമേരിക്കയുമാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് എന്ന് നമുക്ക് പറയാം. ആരൊക്കെ? യു എസ് എയും ബ്രിട്ടനും. യു.എസ്.എയും ബ്രിട്ടനും തമ്മിലാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത്. അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുന്ന യഥാർത്ഥത്തില് യുദ്ധം അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാ. എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. അതായത് ലോക സമാധാനം വേണം. ഇനി യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ലോകമഹായുദ്ധം നേരിടാൻ രാജ്യങ്ങൾക്ക് കെൽപ്പില്ല. അതുകൊണ്ട് അത് വീണ്ടും ഒരു ലോകമഹായുദ്ധം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംഘടന രൂപീകരിക്കണം എന്ന കാഴ്ചപ്പാടാണ്. ഈ ഉടമ്പടിയൊക്കെ നമ്മൾ എവിടെ പഠിക്കും വീണ്ടും? യെസ്, ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തെ ചരിത്രം പഠിക്കുമ്പോൾ അത് പഠിക്കും. ഐക്യരാഷ്ട്രസഭ എന്ന സംഘടനയുടെ സമാധാന സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ചാർട്ടർ ആണ് കേട്ടോ. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് 1941 ഓഗസ്റ്റ് 14-ന് ആരൊക്കെ? റൂസ്വെൽറ്റും ചർച്ചിലും അഥവാ യു.എസ്.എയും ബ്രിട്ടനും. ഈ അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ യാൾട്ട കോൺഫറൻസ് നടക്കുന്നത് 1945 ഫെബ്രുവരി 4 മുതൽ 11 വരെ. ജർമ്മനിയാണ് ലോകമഹായുദ്ധത്തിന് കാരണം. നിരായുധീകരണം നടത്തിയാലും വംശീയമായ ഏകീകരണത്തിലൂടെ അവര് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് തിരികെ വന്നു. അതുകൊണ്ട് ജർമ്മനിയെ നിരായുധീകരിക്കുന്നതിനോടൊപ്പം വംശീയമായ ഏകീകരണം തടയപ്പെടണം. അതായത് ജർമ്മനിയെ വംശീയമായി ഏകീകരിക്കുന്നത് തടയണം എന്ന ലക്ഷ്യം തീരുമാനിക്കുന്നത് ഈ 1945 ഫെബ്രുവരി 4 മുതൽ 11 വരെ നടന്ന യാൾട്ട കോൺഫറൻസിലാണ്. ഇതിൽ ആരൊക്കെ പങ്കെടുത്തു? അമേരിക്കൻ പ്രസിഡന്റായ റൂസ്വെൽറ്റ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ചർച്ചിൽ, പിന്നെ റഷ്യൻ ഭരണാധികാരിയായ സ്റ്റാലിൻ. അപ്പോ യു.എസ്.എ പങ്കെടുത്തു, പിന്നെ ബ്രിട്ടൻ പങ്കെടുത്തു, പിന്നെ യു.എസ്.എസ്.ആർ, റഷ്യൻ ഭരണാധികാരി യു.എസ്.എസ്.ആറും പങ്കെടുക്കുകയാണ്. ഈ യാൾട്ട കോൺഫറൻസിലാണ് ജർമ്മനിയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ജർമ്മനിയെ രണ്ടായി വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട് ബെർലിൻ മതിൽ പണികഴിപ്പിക്കുക. ബെർലിൻ മതിൽ പണികഴിപ്പിക്കുക. അത് നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലം എന്ന രീതിയിൽ നമ്മൾ പഠിക്കും കേട്ടോ. മറക്കല്ലേ, യാൾട്ട കോൺഫറൻസ് ഓർമ്മ വരട്ടെ. അപ്പൊ യാൾട്ട കോൺഫറൻസ് നടന്നത് 1945 ഫെബ്രുവരി 4 മുതൽ 11 വരെ. റൂസ്വെൽറ്റ്, ചർച്ചിലും സ്റ്റാലിൻ എന്നിവർ പങ്കെടുത്തു. അഥവാ യു.എസ്.എ, ബ്രിട്ടൻ, യു.എസ്.എസ്.ആർ എന്നീ രാജ്യങ്ങൾ പങ്കെടുത്തു. ഈ സമ്മേളനത്തിൽ വെച്ച് യുദ്ധാനന്തരം ജർമ്മനിയെ പരാജയപ്പെടുത്തുകയും അവർ വംശീയമായി വീണ്ടും ഏകീകരിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ജർമ്മനിയെ രണ്ടായി വിഭജിക്കുവാനും തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പിൽക്കാലത്ത് ബെർലിൻ മതിൽ പണികഴിപ്പിക്കുക. ക്ലിയർ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? എന്തൊക്കെയാണ് നമ്മൾ പറയുക? ഇതോട്ട് അപ്പൊ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള കാരണം ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത്. 1939 സെപ്റ്റംബർ 1-നായിരുന്നു ഈ ആക്രമണം. അതോടുകൂടി മ്യൂണിക് ഉടമ്പടി ലംഘിക്കപ്പെട്ടു. തുടർന്ന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. എന്നാൽ യുദ്ധം ആരംഭിച്ചില്ല കേട്ടോ. യുദ്ധം പ്രഖ്യാപിച്ചത് 1939 സെപ്റ്റംബർ 3. ബ്രിട്ടനും ഫ്രാൻസിനും യുദ്ധത്തിന് താല്പര്യമില്ല, എന്നാൽ ജർമ്മനിക്ക് യുദ്ധത്തിന് താല്പര്യവുമാണ്. ബ്രിട്ടനും ഫ്രാൻസും യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും ഏകദേശം 6-7 മാസക്കാലം യുദ്ധം ചെയ്തില്ല. ഈ കാലഘട്ടത്തെ കപടയുദ്ധ കാലഘട്ടം എന്ന് വിളിക്കുന്നു. ശക്തമായ യുദ്ധങ്ങൾ നടക്കാത്ത കാലഘട്ടം. അതായത് 1939 സെപ്റ്റംബർ മുതൽ 1940 ഏപ്രിൽ വരെ. എന്നാൽ യുദ്ധത്തിന് താല്പര്യമായിരുന്ന ജർമ്മനി മറ്റു ഭൂപ്രദേശങ്ങൾ ഇക്കാലയളവിൽ കീഴടക്കി. ഏതൊക്കെ? ബെൽജിയം, ഹോളണ്ട്, ലക്സംബർഗ് എന്നീ രാജ്യങ്ങൾ കീഴടക്കി. അച്ചുതണ്ട് സഖ്യം എന്നറിയപ്പെടുന്നത് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും. സഖ്യകക്ഷികൾ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും. സഖ്യകക്ഷികളുടെ വിജയത്തിന്റെ ആയുധപുര എന്നറിയപ്പെടുന്നത് അമേരിക്ക.
ഇരു വിഭാഗത്തിനും ആയുധം നൽകിയെങ്കിലും അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുക്കുന്ന 1941 തൊട്ട് ആർക്ക് മാത്രമാണ് ആയുധം നൽകുക? സഖ്യകക്ഷികൾക്ക്. ആയുധ കച്ചവടത്തിന് വേണ്ടിയിട്ട് അമേരിക്ക സ്വീകരിച്ച നയമായിരുന്നു ക്യാഷ് ആൻഡ് കേരി പോളിസി. ക്യാഷ് കൊണ്ടുവരിക, ആയുധം കൊണ്ടുവരിക. ഓക്കെ. 1941 ഡിസംബർ 7-ന് ജപ്പാൻ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള പേൾ ഹാർബർ ആക്രമിച്ചു. പേൾ ഹാർബർ എന്ന സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന ഹവായ് ദ്വീപിലാണ്. ഇതേ തുടർന്ന് അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുത്തു. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് 1941 ഓഗസ്റ്റ് 14 റൂസ്വെൽറ്റും ചർച്ചിലും എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇനിമേൽ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ ഒരു സംഘടന രൂപീകരിക്കണം എന്ന കാര്യമായിരുന്നു ഇവിടെ ഒപ്പുവെക്കുക. അമേരിക്കൻ പ്രസിഡന്റായ റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലുമാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത്. ഈ യാൾട്ട കോൺഫറൻസ് നടന്നത് 1945 ഫെബ്രുവരി 4 മുതൽ 11 വരെ. ആരൊക്കെ പങ്കെടുത്തു? അമേരിക്കൻ പ്രസിഡന്റായ റൂസ്വെൽറ്റ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ചർച്ചിൽ, USSRന്റെ പ്രസിഡന്റായ സ്റ്റാലിൻ. ജർമ്മനി വംശീയമായി വീണ്ടും ഏകീകരിക്കപ്പെട്ടാൽ വീണ്ടും ലോകമഹായുദ്ധം ഉണ്ടാകാം. അതുകൊണ്ട് വംശീയമായുള്ള ഏകീകരണം തടയുന്നതിന് വേണ്ടിയിട്ട് ജർമ്മനിയെ വിഭജിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ തുടർച്ച എന്നോണമാണ് പിന്നീട് ബെർലിൻ മതിൽ പണികഴിപ്പിക്കുക. 1945 ഏപ്രിൽ 28-ന് മുസോളിനി കൊല്ലപ്പെട്ടു. മുസോളിനിയെ ജീവനോടെ നമ്മുടെ തൊലി ഉരിച്ച് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ 1945 ഏപ്രിൽ 28-ന് മുസോളിനി കൊല്ലപ്പെട്ടു. പരാജയം കൺമുന്നിൽ കണ്ട ഹിറ്റ്ലർ 1945 ഏപ്രിൽ 30-ന് ആത്മഹത്യ ചെയ്തു. അതോടുകൂടി പ്രബല രാജ്യങ്ങളായ ഇറ്റലിയും ജർമ്മനിയും പരാജയം മണത്തു. കാരണം ഭരണാധികാരി കൊല്ലപ്പെട്ടില്ലേ. തുടർന്ന് 1945 മെയ് 7 ജർമ്മനി നിരുപാധികം കീഴടങ്ങി. 1945 മെയ് 11-ന് ജർമ്മനി ആക്രമിച്ചു കീഴ്പ്പെടുത്തിയ ചെക്കോസ്ലോവാക്യ മോചിക്കപ്പെട്ടു. ഇതോടുകൂടി യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഓർമ്മിക്കുക, 1945 ഏപ്രിൽ 28-ന് മുസോളിനി കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ ജീവനോടെ തൊലി ഉരിച്ച് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. 1945 ഏപ്രിൽ 30-ന് ശത്രുക്കളുടെ പിടിയിൽ അകപ്പെടുമെന്നായപ്പോ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. തുടർന്ന് 1945 മെയ് 7 ജർമ്മനി ഔദ്യോഗികമായി തന്നെ യുദ്ധത്തിൽ പരാജയപ്പെട്ടതായി സമ്മതിക്കുന്നു. നിരുപാധികം കീഴടങ്ങി. 1945 മെയ് മാസം 11 ചെക്കോസ്ലോവാക്യ മോചിക്കപ്പെട്ടു. അതോടുകൂടി യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. അപ്പൊ യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയണം 1945 മെയ് മാസം 11 1945 മെയ് മാസം 11 അതോടുകൂടി ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ യുദ്ധം അവസാനിപ്പിക്കുകയാണ് അല്ലെ. പക്ഷേ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ലോകത്ത് ഒരുപാട് കോളനികൾ ഉണ്ടായിരുന്നു. ആ കോളനികളെയൊക്കെ മോചിപ്പിക്കണമെന്ന് ആര് പറഞ്ഞു? അമേരിക്കയും USSR ആവശ്യപ്പെട്ടു. അങ്ങനെ 1945 മെയ് മാസം 11 യുദ്ധം അവസാനിച്ചതിന് ശേഷം ബ്രിട്ടൻ തങ്ങളുടെ കോളനികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് 1945 ജൂൺ മാസം 14 ഇന്ത്യ എന്ന കോളനിക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന പേരിൽ ഒരു വേവേൽ പ്രഖ്യാപനം ഉണ്ടാവുക. വേവൽ പ്രഖ്യാപനം അല്ല, നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. വേവൽ പ്രഖ്യാപനം 1945 ജൂൺ 14. എന്തായിരുന്നു വേവൽ പ്രഖ്യാപനം? ഇന്ത്യക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാൻ അനുവദിക്കും. സ്വന്തമായി ഒരു സർക്കാർ രൂപീകരിക്കാൻ സഹായിക്കും. ഇവയ്ക്കൊക്കെ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സിംല സമ്മേളനത്തിൽ എത്തിച്ചേരണം. ഈ വേവൽ പ്രഖ്യാപനം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് 1945 ജൂൺ മാസം 26 മുതൽ ജൂലൈ മാസം 14 വരെ സിംല കോൺഫറൻസ് സംഘടിപ്പിക്കുക. ശരിയാണോ? ആ സിംല കോൺഫറൻസിന്റെ തീരുമാനം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിച്ചു. ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിച്ച കാര്യം വേവൽ പ്രഭു എന്ത് ചെയ്തു? ബ്രിട്ടനെ അറിയിച്ചു. അത് പ്രകാരം ഇന്ത്യക്ക് ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിക്കുവാനും അഥവാ മന്ത്രിസഭ രൂപീകരിക്കുവാനും ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിക്കുവാനും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷ് മന്ത്രിതല സംഘം ഇന്ത്യയിലേക്ക് വരുന്നു. ആ ബ്രിട്ടീഷ് മന്ത്രിതല സംഘമാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ക്യാബിനറ്റ് മിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. ക്യാബിനറ്റ് മിഷൻ വന്നിട്ട് പറഞ്ഞു, ഈ രണ്ട് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വേഗത്തിലാക്കാം. അങ്ങനെ 1946 സെപ്റ്റംബർ 2-ന് താൽക്കാലിക മന്ത്രിസഭ രൂപീകരിക്കുന്നു. 46 ഡിസംബർ മാസം 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. തുടർന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വേഗത്തിലാക്കുമെന്ന് 1947 ഫെബ്രുവരി മാസം 20 ക്ലമന്റ് ആറ്റ്ലി പ്രഖ്യാപിക്കുന്നു. ഇതെല്ലാം കണക്റ്റഡ് ആണ്. മനസ്സിലാകുന്നുണ്ടോ?
ഓക്കെ. അപ്പോൾ മറക്കരുത്, യൂറോപ്പിൽ യുദ്ധം അവസാനിച്ചതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന തീരുമാനമുണ്ടാവുകയാണ്. സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടത് അമേരിക്കയും USSRും അത് അംഗീകരിച്ച രാജ്യങ്ങളായിരുന്നു മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ. ക്ലിയർ? യെസ്, മറക്കരുതേ. 1945 ഏപ്രിൽ 28-ന് മുസോളിനി കൊല്ലപ്പെട്ടു. 1945 ഏപ്രിൽ 30-ന് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. 1945 മെയ് 7-ാം തീയതി ജർമ്മനി നിരുപാധികം കീഴടങ്ങി. 1945 മെയ് 11-ന് ചെക്കോസ്ലോവാക്യ മോചിക്കപ്പെട്ടു. യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു. ക്ലിയർ? യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടുകൂടി യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അവരുടെ കോളനികൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചു. സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? അമേരിക്കയും അതോടൊപ്പം USSR. കേട്ടോ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം പരാജയം സംബന്ധിച്ചത് ഇറ്റലിയായിരുന്നു. ആദ്യം പരാജയം സംബന്ധിച്ചത് ഇറ്റലി. അവസാനം പരാജയം സംബന്ധിച്ചത് ജപ്പാനും. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടത് സോവിയറ്റ് യൂണിയനിൽ. ഓക്കെ. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം പരാജയം സംബന്ധിച്ചത് ഇറ്റലിയാണ്. അവസാനം പരാജയം സംബന്ധിച്ചത് ജപ്പാനാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടത് സോവിയറ്റ് യൂണിയൻ. ഈവൻ ഒന്നാം ലോക മഹായുദ്ധത്തിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടത് ഒന്നാം ലോക മഹായുദ്ധത്തിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടതും ഇവിടെ തന്നെ സോവിയറ്റ് യൂണിയനിൽ തന്നെ. ശരിയല്ലേ? ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായത് ഏത് രാജ്യത്തെന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ അഥവാ USSR. ക്ലിയർ? ഗുഡ്. അപ്പോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം പരാജയം സംബന്ധിച്ചത് ആരാ? ഇറ്റലി. ജർമ്മനി പരാജയം സംബന്ധിച്ച് നമ്മൾ ഡേറ്റ് സഹിതം പഠിച്ചു. 1945 മെയ് മാസം 7-ാം തീയതി. തുടർന്ന് ജർമ്മനിയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ചെക്കോസ്ലോവാക്യ മോചിക്കപ്പെട്ടു. അതോടുകൂടി മെയ് 11-ാം തീയതി യൂറോപ്പിൽ എന്ത് ചെയ്തു? രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. അവസാനം പരാജയം സംബന്ധിച്ച് ജപ്പാനാണ്. ജപ്പാൻ യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോഴും ജപ്പാൻ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെ? ഇനി ആ കഥയെ നമ്മൾ പറയണ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. ജപ്പാൻ യുദ്ധം തുടരുകയാണ്. ജപ്പാനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി റഷ്യൻ കരസേന ജപ്പാനിലേക്ക് എത്തിച്ചേരുന്നു. ആ അവസരത്തിൽ ജപ്പാനോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ള അമേരിക്ക നേരിട്ട് ആകാശ യുദ്ധത്തിലൂടെ അണുബോംബ് വർഷിച്ച് ജപ്പാനെ പരാജയം സമ്മതിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കാം. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും റിവിഷൻ ചെയ്താലോ? യെസ്. രണ്ടാം ലോക മഹായുദ്ധം. സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം 1936. വിശേഷണം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്നു. വലതുപക്ഷ സംഘടനകളും ഫാസിസ്റ്റുകളും സർക്കാരിനെതിരെ നടത്തിയ പ്രക്ഷോഭം. നേതാവ് ജനറൽ ഫ്രാങ്കോ. സ്പെയിനിലെ ഗുർണിക്ക പട്ടണം തകർക്കപ്പെട്ടു. ഈ ഗുർണിക്ക എന്ന പട്ടണത്തെ ആസ്പദമാക്കി അല്ലെങ്കിൽ പശ്ചാത്തലമാക്കിക്കൊണ്ട് പാബ്ലോ പിക്കാസോ വരച്ച പ്രശസ്തമായ ചിത്രമാണ് ഗുർണിക്ക അഥവാ തകർക്കപ്പെട്ട ഗുർണിക്ക. ഓക്കെ. മ്യൂണിക് ഉടമ്പടി വിശേഷണം ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ചതി എന്നറിയപ്പെടുന്നു. ഹിറ്റ്ലർ ചെക്കോസ്ലോവാക്യയുടെ ഭാഗമായ സുഡാറ്റൻലാൻഡ് കീഴടക്കിയതിനെ തുടർന്ന് കൂടുതൽ പ്രദേശങ്ങൾ ഇനിയും ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസും ബ്രിട്ടനുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്താ? മ്യൂണിക് ഉടമ്പടി. അപ്പോൾ ചെക്കോസ്ലോവാക്യയുടെ ഭാഗമായ സുഡാറ്റൻലാൻഡ് ഈ ചെക്കോസ്ലോവാക്യ മോചിക്കപ്പെട്ടതോടുകൂടി യൂറോപ്പിൽ എന്ത് ചെയ്തു? യുദ്ധം അവസാനിച്ചു എന്ന് നമ്മൾ പഠിച്ചു. അത് ഓർമ്മയുണ്ടാവണേ. അപ്പൊ ഹിറ്റ്ലർ ചെക്കോസ്ലോവാക്യയുടെ ഭാഗമായ സുഡാറ്റൻലാൻഡ് കീഴടക്കിയതിനെ തുടർന്ന് ഇനിയും കൂടുതൽ പ്രദേശങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസുമായും ബ്രിട്ടനുമായും ജർമ്മനി ഒപ്പുവെച്ച ഉടമ്പടിയാണ് മ്യൂണിക് ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുക. 1938 സെപ്റ്റംബർ 29-നായിരുന്നു. ബ്രിട്ടനും ഫ്രാൻസും ഇത് അന്ധമായി വിശ്വസിച്ചു. പക്ഷേ ജർമ്മനി രഹസ്യമായി ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. അനാക്രമണ സന്ധി 1939. പരസ്പരം ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലറും റഷ്യൻ ഭരണാധികാരി സ്റ്റാലിനും തമ്മിൽ ഒപ്പുവെച്ച സമാധാന ഉടമ്പടി. എന്നാൽ ഈ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് 1941 ഹിറ്റ്ലർ ആരാക്രമിച്ചു? USSRനെ ആക്രമിച്ചു. പ്രീണന നയം. ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ നയമായിരുന്നു പ്രീണന നയം എന്ന പേരിൽ അറിയപ്പെടുക. ജർമ്മനി രൂപീകരിച്ച ചാരസംഘടനയാണ് ഫിഫ്ത് കോളമിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ സീലൈൻ. ജർമ്മനിയുടെ റഷ്യൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബാർബറോസ. മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സ്ലൈഡ്. ജർമ്മനി രൂപീകരിച്ച അന്തർദേശീയ ചാരസംഘടന ഫിഫ്ത് കോളമിസ്റ്റ്. ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ സീലൈൻ. ജർമ്മനിയുടെ റഷ്യൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബാർബറോസ. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുവാനുള്ള കാരണം ജർമ്മനി
പോളണ്ടിനെ ആക്രമിച്ചത്. 1939 സെപ്റ്റംബർ മാസം 1-ാം തീയതിയായിരുന്നു ഈ ആക്രമണം. ഇതോടുകൂടി മ്യൂണിക് ഉടമ്പടി ലംഘിക്കപ്പെട്ടു. അതുകൊണ്ടാണ് മ്യൂണിക് ഉടമ്പടിയെ ലോകത്തെ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ചതി എന്ന് വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ മ്യൂണിക് ഉടമ്പടി ലംഘിക്കപ്പെട്ടപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1939 സെപ്റ്റംബർ 3. അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് ഔദ്യോഗികമായി 1939 സെപ്റ്റംബർ 3 എന്ന് പറയുന്നു. യുദ്ധം പ്രഖ്യാപിച്ചതുള്ളൂ. ബ്രിട്ടൻ ഫ്രാൻസ് യുദ്ധത്തിന് പോയോ? പോയില്ല. കാരണം അവർക്ക് യുദ്ധം ഉണ്ടാകുന്ന താല്പര്യമില്ലായിരുന്നു. ജർമ്മനിക്കാണ് യുദ്ധം ചെയ്തേ അടങ്ങൂ. കാരണം ഫാസിസ്റ്റ് ആശയം. ഓക്കെ. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിൽ യുദ്ധം നടന്നില്ല. കൃത്യമായി പറഞ്ഞാൽ 1939 സെപ്റ്റംബർ മുതൽ 1940 ഏപ്രിൽ വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തെ കപട യുദ്ധ കാലഘട്ടം എന്ന് വിളിക്കുന്നു. എന്നാൽ ഇക്കാലഘട്ടത്ത് ബ്രിട്ടനും ഫ്രാൻസും യുദ്ധം ചെയ്തില്ലെന്നേ ഉള്ളൂ. ജർമ്മനി മറ്റു ഭൂപ്രദേശങ്ങൾ വീണ്ടും ആക്രമിച്ചു കീഴ്പ്പെടുത്തുന്നു. ഏതൊക്കെ? ബെൽജിയം, ഹോളണ്ട്, ലക്സംബർഗ് എന്നീ പ്രദേശങ്ങൾ ജർമ്മനി കീഴടക്കി. അച്ചുതണ്ട് സഖ്യം എന്നറിയപ്പെടുന്ന ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും. സഖ്യകക്ഷികൾ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും. സഖ്യകക്ഷികളുടെ വിജയത്തിന്റെ ആയുധപുര എന്നറിയപ്പെടുന്നത് അമേരിക്കയാണ്. അമേരിക്ക സ്വീകരിച്ച നയമായിരുന്നു ക്യാഷ് ആൻഡ് കേരി പോളിസി. 1941 ഡിസംബർ മാസം 7-ാം തീയതി ജപ്പാൻ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള പേൾ ഹാർബർ സൈനിക താവളം ആക്രമിച്ചു. ഇത് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയുടെ അധീനതയിലുള്ള ഹവായി ദ്വീപിലാണ്. തുടർന്ന് അമേരിക്ക എന്ത് ചെയ്തു? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇടപെടുകയാണ്. അതുവരെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇടപെട്ടില്ല. ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണമാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ ജർമ്മനിക്കോ ഇറ്റലിക്കോ എതിരെ അമേരിക്ക ആക്രമണം കടുപ്പിച്ചില്ല. ആർക്കെതിരെയാണ് കൂടുതൽ ആക്രമണം കടുപ്പിച്ചത്? ജപ്പാനെതിരെ. കൂടുതൽ വൈരാഗ്യമുള്ളത് ആരോടാണ്? ജപ്പാനോടാണ്. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് 1941 ഓഗസ്റ്റ് 14. ആരൊക്കെ തമ്മിൽ? റൂസ്വെൽറ്റും ചർച്ചിലും. അമേരിക്കൻ പ്രസിഡന്റായ റൂസ്വെൽറ്റ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലും. എന്തിനു വേണ്ടിയിട്ടാ? യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഇനിമേൽ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ ഒരു സമാധാന സംഘടന രൂപീകരിക്കണം. നിലവിലെ ലീഗ് ഓഫ് നാഷൻസ് പര്യാപ്തമല്ല എന്ന കാഴ്ചപ്പാട്. ഈ ആൾട്ട കോൺഫറൻസ് നടന്നത് 1945 ഫെബ്രുവരി 4 മുതൽ 11 വരെ. അമേരിക്കൻ പ്രസിഡന്റായ റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലും USSRന്റെ പ്രസിഡന്റായ സ്റ്റാലിനും പങ്കെടുത്തു. ഇതിൽ വെച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഒരു സമാധാന സംഘടന രൂപീകരിക്കണമെന്ന് പറഞ്ഞു. കൂടാതെ ജർമ്മനി വീണ്ടും വംശീയമായി ഏകീകരിക്കപ്പെടാതിരിക്കാൻ ജർമ്മനിയെ 2 രാജ്യങ്ങളായി വിഭജിക്കണം എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടു. തുടർന്നാണ് പിൽക്കാലത്ത് 1961 പണിയെടുപ്പിക്കുക കേട്ടോ. 1961 ബെർലിൻ മതിൽ നിർമ്മിക്കാൻ കാരണമായത് ഈ യാൾട്ട കോൺഫറൻസ് തന്നെയാണ്. ഓക്കെ. 1945 ഏപ്രിൽ 8-ന് മുസോളിനി കൊല്ലപ്പെട്ടു. 45 ഏപ്രിൽ 30-ാം തീയതി ശത്രുക്കളുടെ പിടിയിൽ അകപ്പെടുമെന്നായപ്പോൾ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. 1945 മെയ് 7-ാം തീയതി ജർമ്മനി നിരുപാധികം കീഴടങ്ങി, അഥവാ തോൽവി സമ്മതിച്ചു. 1945 മെയ് മാസം 11-ാം തീയതി നമ്മുടെ ചെക്കോസ്ലോവാക്യ മോചിക്കപ്പെട്ടതോടുകൂടി യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. കാരണം ചെക്കോസ്ലോവാക്യയുടെ ഭാഗമായ സുഡാറ്റൻലാൻഡ് ആക്രമിച്ചതാണല്ലോ യഥാർത്ഥത്തിൽ മ്യൂണിക് ഉടമ്പടിക്ക് കാരണമായത്. ആ മ്യൂണിക് ഉടമ്പടിയുടെ ലംഘനമല്ലേ പിന്നീട് 1939 സെപ്റ്റംബർ 3-ന് യുദ്ധപ്രഖ്യാപനം ഉണ്ടായത് അല്ലെ? അപ്പോൾ ചെക്കോസ്ലോവാക്യ മോചിക്കപ്പെട്ടതോടുകൂടി 1945 മെയ് മാസം 11-ന് എന്ത് ചെയ്തു? യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. എന്നാൽ ജപ്പാൻ പരാജയം സംബന്ധിച്ചോ? ഇല്ല. ഏഷ്യയിലെ യുദ്ധം തുടരുകയാണ് അല്ലെ? ജപ്പാൻ ഏഷ്യയിൽ യുദ്ധം തുടരുകയാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കും കേട്ടോ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം പരാജയം സംബന്ധിച്ചത് ഇറ്റലിയായിരുന്നു. അവസാനം പരാജയം സംബന്ധിച്ചത് ജപ്പാനായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടത് സോവിയറ്റ് യൂണിയനിൽ. ജപ്പാൻ പരാജയം സമ്മതിക്കാത്ത കാര്യവും തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ തുടർന്ന് അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കട്ടെ. കൃത്യമായി പഠിച്ചുറപ്പിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കാം.